കുട്ടി വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു തേർഡ് ഇയർ ക്ലാസ്സിൻ്റെ ഒരു ചെറിയ പോർഷനാണ് കാണിക്കുന്നത്. ഇന്ന് എനിക്ക് ഏകദേശം ഉച്ച വരെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ക്ലാസ്സിൽ പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് 7 മണിയാകുമ്പോൾ ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇന്ന് ഫുള്ളി ഒരു ക്ലൗഡി ഒരു സെറ്റപ്പ് ആയിരുന്നു. അതുകൊണ്ട് വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ പോകാനായിട്ട്. എന്നാലും പോയല്ലേ പറ്റൂ. അപ്പോൾ ഷൂളിലോട്ട് ഏകദേശം ഒരു 40 മിനിറ്റിൻ്റെ അടുത്ത് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ 1-2 ട്രാമൊക്കെ മാറി കയറണം. ഇവിടുത്തെ നഴ്സിംഗ് ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ വന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്ത് പെട്ടെന്നല്ലേ സമയം പോകുന്നത്. എന്തായാലും ഇനി ഏകദേശം ഞങ്ങൾക്കൊരു 8 മാസം കൂടി ഉള്ളൂ നമ്മുടെ ഷൂളിങ് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമാണ്. അപ്പോൾ ഷൂള് തീരുന്നതിനുള്ള വിഷമമുണ്ട്, എക്സാം ആവുന്നതിൻ്റെ ടെൻഷനും ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ വീക്കിലി നമ്മൾ ഏതെങ്കിലും ദിവസമൊക്കെ ഉച്ചയ്ക്ക് വിടാറുണ്ടായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ ഈവനിങ് വരെ ക്ലാസ് ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇവിടെ സാറിന് വരാൻ പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ട് മാത്രമാണ് ഒന്ന് ഉച്ച വരെ ഉള്ളത്. അതിൻ്റെ ഒരു മോട്ടീവിലാണ് ഇന്ന് ക്ലാസ്സിൽ പോകുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കേട്ടോ ഞങ്ങളുടെ ഷൂളേ. ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലാട്ടോ ഞങ്ങളുടെ ക്ലാസ് വന്നിട്ട്. വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് സെറ്റാക്കും. ഇവിടെ എല്ലാ ഫ്ലോറിലും സ്റ്റുഡൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞ് കിച്ചണൊക്കെ ഉണ്ട്. അതേപോലെ നമുക്ക് ഫിൽട്രേറ്റഡ് വാട്ടറൊക്കെ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഞാൻ പഠിക്കുന്നത് റെഡ് ക്രോസിൻ്റെ സ്കൂളിലായതുകൊണ്ട് തന്നെ ഇവിടെ നഴ്സിംഗ് അല്ലാണ്ട് റെറ്റൂങ്സ്ഡിൻസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സും അതേപോലെ ഫസ്റ്റ് എയ്ഡിൻ്റെ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നുണ്ടായിരുന്ന മിസ്സ് വന്നപാടെ തന്നെ നമുക്ക് പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ തന്നിട്ടോ. ഇവിടെ പ്രസൻറ്റേഷനൊക്കെ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് മിക്കപ്പോഴും ചെയ്യാറ്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടും. കൂടുതലും ഇവിടെ പവർ പോയിന്റിലാണ് ചെയ്യാറ്. പിന്നെ ഓരോ മിസ്സുമാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്കിന്ന് ഫ്ലിപ്പ് ചാർട്ടിൽ എഴുതാനാണ് തന്നത്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ കൂടുതൽ ലെക്ചർ നോട്ട്സ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നഴ്സിംഗ് ഒക്കെ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ പ്രിൻസാണ് അവർ തരുന്നത്. അപ്പോൾ നമുക്കത് വീട്ടിലായാലും ചെന്ന് പഠിക്കാവുന്നൊക്കെയാണ്. അതേപോലെ വായിക്കാനാണ് കൂടുതൽ തരാറ്. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ടോപ്പിക്ക് വെച്ചിട്ട് കിളി പോയിരിക്കുന്നതാണ്. ഇവിടെ ജർമ്മൻസിലായാലും ചില ടോപ്പിക്സൊക്കെ പറഞ്ഞാലും വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാവാറില്ല. ഈ ലിറ്ററേച്ചർ പോലത്തെ എത്തിക്സും അതേപോലെ മൊറാലിറ്റി അങ്ങനത്തെ മോറൽ വാല്യൂസിനെയൊക്കെ പറ്റി പറയുമ്പോഴും ഇവർക്ക് വലിയ കാര്യമായിട്ടൊന്നും ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഗ്രൂപ്പ്. ഞങ്ങൾ 4 മലയാളീസായിരുന്നു ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അതേപോലെ ലാസ്റ്റ് നമ്മൾ ഗ്രൂപ്പിൽ ചെയ്തതൊക്കെ നമ്മൾ ഇവിടെ ബോർഡിലൊക്കെ നമ്മൾ ഹാങ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യണം. അങ്ങനെ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. പിന്നെ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഭയങ്കര ചൂടായിരുന്നുകൊണ്ട് ഇവിടെ ഷൂളിൽ നിന്ന് ഐസ്ക്രീമും അതേപോലെ സിപ്പപ്പൊക്കെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എടുത്തിട്ട് കഴിക്കുകയാണ്. ഇവിടെ ഐസ് എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം നാട്ടോ. അങ്ങനെ ഐസൊക്കെ കഴിച്ച് വണ്ടിയൊക്കെ പിടിച്ച് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് ഓർത്തപ്പോഴാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കാര്യം ഓർത്തത്. അങ്ങനെ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട്. ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു വൈബാണ് അവിടെ. അങ്ങനെ അവിടോട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ പോയി. ഇവിടുത്തെ ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ കൂടുതൽ തമിഴൻസും അതേപോലെ ശ്രീലങ്കൻസുമായിട്ടും നടത്തുന്നത്. അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഡ്രസ്സ് അതേപോലെ ഫ്രോസൺ ഫുഡ്സ് അതുപോലെ നമുക്ക് നാട്ടിൽ എന്ത് മിസ് ചെയ്താലും ഓടി വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന കടയാണിത്. അപ്പോൾ എനിക്ക് വേണ്ട സാധനം മത്തിയായിരുന്നു. പക്ഷേ ഞാൻ കുറേ പരതി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ബാക്കി മത്തി ഒഴിച്ച് എല്ലാ മീനും അവിടെ ഉണ്ടായിരുന്നു. കടയിൽ കയറിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കേണ്ടതെന്നുള്ള മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ജിലേബി എടുത്തുട്ടോ. അങ്ങനെ മത്തി അന്വേഷിച്ച് അടുത്ത കടയിലോട്ട് പോകാൻ പ്ലാൻ ഇട്ടിട്ടോ. അങ്ങനെ ശുഭപ്രതീക്ഷയിൽ പോവാണ്. ആയിരിക്കും. അതിന്റെ മുകളിൽ അപ്പാർട്ട്മെന്റും ഉണ്ട് ഇടക്ക്. അത് വേണ്ട, പെട്ടെന്ന് വിശക്കുമ്പോ താഴെ വന്നിട്ട് ഒരു കടി വാങ്ങിട്ട് ഇവിടുന്ന് പോവൂല പിന്നെ. അതെ. അങ്ങനെ കുറേ കത്തിയൊക്കെ അടിച്ച് നമുക്ക് സാധനം കിട്ടിട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ.